തിരുവനന്തപുരത്ത് ഭരണസിരാകേന്ദ്രത്തിനടുത്ത് പാളയത്ത് ഒരു രാത്രി തെരുവ് കൂടി വരുന്നു. മാനവീയം വീതിക്ക് പിന്നാലെ നഗരത്തിലെ രണ്ടാമത്തെ നൈറ്റ് ലൈഫ് ഇടമായാണ് പാളയവും ഒരുങ്ങുന്നത്. സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ പൊതുവിടങ്ങൾ സൗന്ദര്യവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് പ്രധാന കവാടം മുതൽ കേരള സർവകലാശാല ലൈബ്രറി വരെയുള്ള 200 മീറ്റർ ദൂരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി സൗന്ദര്യവൽക്കരണം നടക്കുകയാണ്. മാനവീയം വീതിയുടെ മാതൃകയിൽ നിർമ്മിക്കുന്ന ഈ പദ്ധതി കേരള റോഡ് ഫണ്ട് ബോർഡും കെ-റെയിൽ എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് നടപ്പിലാക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടങ്ങൾ, അലങ്കാര ചെടികൾ, സ്മാർട്ട് ഗാർഡൻ, വൈഫൈ, വഴിവിളക്കുകൾ, കലാപരിപാടികൾ അരങ്ങേറുവാനുള്ള വേദി, കിയോസ്ക്, 2 ഭിന്നശേഷി സൗഹൃദ നടപ്പാതകൾ, ഫ്ലോർ ലൈറ്റ്സ്, കോർപ്പറേഷൻ അറിയിപ്പുകൾ നൽകുന്ന ഉച്ചഭാഷിണി, വീഡിയോ വാൾ, VJT ഹാളിന്റെ ചരിത്രം പറയുന്ന കൊത്തുപണികൾ, ലഘുഭക്ഷണശാല എന്നിവയടക്കമാണ് രാത്രി തെരുവ് നിർമ്മിക്കുന്നത്. 1,80,00,000 രൂപയാണ് നിർമ്മാണ ചെലവ്. കഴിഞ്ഞ വർഷം നവംബറിൽ ആരംഭിച്ച നിർമ്മാണം ശേഷിക്കുന്ന പണികളെല്ലാം പൂർത്തീകരിച്ച് മെയ് അവസാനത്തോടെ സന്ദർശകർക്ക് തുറന്നു കൊടുക്കും. പ്രധാന റോഡായതിനാൽ മാനവീയം വീതിയിലെ പോലെ രാത്രിയിൽ റോഡ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമോ എന്ന് ഇപ്പോഴും അറിവായിട്ടില്ല. 2023 ഒക്ടോബറിൽ മാനവീയം വീതിയിൽ നൈറ്റ് സ്ട്രീറ്റ് തുറന്നതിന് ശേഷം ആഘോഷക്കാർ ഉൾപ്പെടെ ചില അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ അല്പം ശാന്തമാണ്. രാത്രി വൈകുവോളം തെരുവിൽ യുവാക്കളും യുവതികളും കുടുംബങ്ങളും ഇപ്പോൾ പതിവായി എത്തുന്നു. തെരുവിന്റെ ഇരുവശത്തും പോലീസ് ഉദ്യോഗസ്ഥരും ഒരു മൂലയിൽ സ്ഥാപിച്ച പോലീസ് എയ്ഡ് പോസ്റ്റും സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളിലൊന്നാണ് പാളയം. സംസ്ഥാനത്തെ നിരവധി ഭരണ, സാംസ്കാരിക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ ഒരു പ്രധാന ഷോപ്പിംഗ് ഏരിയയാണിത്. കേരള സർവകലാശാലയുടെ ഓഫീസുകൾ, യൂണിവേഴ്സിറ്റി കോളേജ്, സംസ്കൃത കോളേജ്, നഗരസഭ അംഗങ്ങളുടെ ഹോസ്റ്റൽ, ജൂബിലി മെമ്മോറിയൽ ആശുപത്രി, പാളയം മാർക്കറ്റ്, സാഫല്യം ഷോപ്പിംഗ് കോംപ്ലക്സ്, കണ്ണിമാറ ചന്ത, പാളയം രക്തസാക്ഷി മണ്ഡപം, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, ചരിത്രപ്രസിദ്ധമായ പാളയം പള്ളി, മുസ്ലിം ആരാധനാലയം, ഗണപതി ക്ഷേത്രം, പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നിവ പാളയത്ത് സ്ഥിതി ചെയ്യുന്നു. ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന നഗരത്തിലെ ഒരു പ്രധാന വീതി. കാൽനട യാത്രക്കാർക്ക് പോലും പരസ്പരം കൂട്ടിമുട്ടാതെ നടക്കാനിടമില്ലാത്ത സ്ഥലം. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഇടങ്ങളിലൊന്നാണ് പാളയം. വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ പോലും സ്ഥലമില്ലാത്ത ഒരിടം. സെക്രട്ടേറിയറ്റിലേക്കുള്ള എല്ലാ സമര പരമ്പരകളും ആരംഭിക്കുന്നത് രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ഈ പാളയത്തിൽ നിന്നാണ്. ഇനി സമരക്കാർക്ക് വന്നു കൂടാനും ഇരുന്ന് ലഘുഭക്ഷണങ്ങൾ കഴിക്കാനും വളരെ ദൂരെ നിന്ന് വരുന്ന സമര പടയാളികൾക്ക് ഒന്ന് മുഖം കഴുകി അല്പം റെസ്റ്റ് എടുക്കാനും ഒരു സ്ഥലമായി. ഇപ്പോഴേ ട്രാഫിക് കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ പ്രദേശത്ത് ആരുടെ തലയിലുദിച്ച ആശയമാണോ ഇതെന്നറിയില്ല. തിരുവനന്തപുരത്ത് കനകക്കുന്ന്, വേളി, ശംഖുമുഖം, ടെക്നോ പാർക്ക് എന്നിവിടങ്ങളിലെല്ലാം യഥേഷ്ടം സ്ഥലമുള്ളപ്പോൾ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റി ലൈബ്രറിയും സ്റ്റേഡിയവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് ഒരു നൈറ്റ് ലൈഫ് കേന്ദ്രം വിഭാവനം ചെയ്തത് എന്തിനാണ് എന്ന മാത്രം സംശയം. AR രാജരാജവർമ്മ, ചങ്ങമ്പുഴ, ഗുപ്തൻ നായർ, ONV കുറുപ്പ് തുടങ്ങിയ പ്രശസ്തരും പ്രഗത്ഭരുമായ വ്യക്തികൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന യൂണിവേഴ്സിറ്റി കോളേജിന്റെ മലയാള വിഭാഗം ജീർണിച്ച് പൊളിഞ്ഞു വീഴാറായ ഒരു ടാർപോളിൻ കെട്ടി മൂകസാക്ഷിയായി ഈ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന റോഡിന് സമീപത്തുണ്ട്. കഴിഞ്ഞ 3 വർഷമായി അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് മുറികളില്ല. തെരുവിൽ കുഴിച്ചിടുന്ന ഈ കാശ് പാഴാക്കാതിരുന്നാൽ മതിയായിരുന്നു. കലികാലമല്ലേ, എന്തും സംഭവിക്കാം. ചരിത്രമുറങ്ങിക്കിടക്കുന്ന VJT ഹാൾ പുനർനാമകരണം ചെയ്ത് അയ്യങ്കാളി ഹാളാക്കിയപ്പോൾ മുൻവശത്ത് പേര് മാത്രം മാറ്റി. അടിസ്ഥാന സൗകര്യങ്ങളോ സ്റ്റേജ് കർട്ടനോ കസേരയോ ജനറേറ്ററോ ഒന്നുമില്ലാതെ പ്രതാപം നഷ്ടപ്പെട്ട VJT ഹാളും പരിതാപകരമായ അവസ്ഥയിൽ തുടരുമ്പോഴാണ് യാതൊരു പ്ലാനിങ്ങുമില്ലാതെ രാത്രി ജീവിതത്തിനായി പാളയം ഒരുങ്ങുന്നത്. പണ്ട് വിമൻസ് കോളേജിന്റെ മുൻപിലൂടെയുള്ള നടപ്പാതയിൽ 101 വനിതാരത്നങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച് ലക്ഷങ്ങൾ മുടക്കി നടപ്പാതയ്ക്ക് മേൽക്കൂരയും പണിഞ്ഞിട്ട് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് പൊളിച്ചു മാറ്റി. പണിഞ്ഞ കോൺട്രാക്ടറിന്റെ കീശ വീർത്തതല്ലാതെ വേറൊരു പ്രയോജനവും അതുകൊണ്ടുണ്ടായില്ല. ഇതും അതുപോലെ ആവാതിരുന്നാൽ മതി.